ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഡേ 3 ആണ്. സോറി, നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ്. ഗൈസ് ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പൊ അതാണ് അടുത്ത വാരത്തി. ഇപ്പം അങ്ങനെ നമ്മൾ ആഗ്രയിലാണ്. ഇപ്പം നമ്മള് ഫ്രഷ് ആവുകയാണ്. നമുക്ക് കാരണം നേരത്തെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ റെഡി ആയിട്ട് താഴെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ചെല്ലാം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മള് റെഡി ആയി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇതിന്റെ ഒരു വലിയ കഥ എനിക്ക് പറയാനുണ്ട്. 4 മണിക്കൂറിലെ കഥ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഡ്രസ് റെഡി ആയിട്ടൊക്കെ കാണാല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി റെഡി ആയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കണം. സോ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുവാണ്. നമ്മളങ്ങനെ റെഡിയായി. കേട്ട് വരും. ഗൈസ് രാവിലത്തെ ഫുഡാണ്. ദോശയും ദാല് കറിയും. ഉരുളൻകിഴങ്ങ് കറി. ഗൈസ് ഉരുളൻകിഴങ്ങ് കറിയാണ്. ഗൈസ് തമ്പ് കാണിക്കുന്നുണ്ട്. സൂം ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഗൈസ് ഡേ അവരും വന്ന് അവര് ഫുഡ് കഴിക്കുകയാണ്. അരെന്താവി ഗൈസ് നമ്മൾ ഇന്നലെ വന്ന അതേ സെയിം ബസ്സിനാണ് ഇന്ന് നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്. തിരക്കുമായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഫോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ താജ്മഹലിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആഗ്ര ഫോർട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ 2 മണിക്കൂറുണ്ട് നമുക്കിവിടെ ഫുൾ വിസിറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോസ് ഒന്നും എടുത്തിട്ട് ഈ ഫോട്ടോസ് എടുക്കണം. ആഗ്ര ഫോർട്ടിൽ നിന്ന് നമ്മുടെ താജ്മഹലിലേക്ക് ഒരു സെറ്റ് വ്യൂ ഉണ്ട്. കാണിച്ചു തരാം. ആഗ്ര ഫോർട്ടിൽ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമുണ്ട് ഗൈസ്, നമ്മുടെ ഫോണിന് ചാർജ് കുറവാണ്. പിന്നെ ഒരു പ്രശ്നം ഇവിടെ കാല് കുത്തിയതിനു ശേഷം ഭയങ്കര മഴയാണ്. കുർബാന കൂടിയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടെ നിക്കുന്നേന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. തറയില് ഒരുമാതിരി കുറുങ്ങിയ നടക്കുന്നത്. ചാർജ് ചെയ്തിട്ട് പറയാൻ 10% നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കും. നമ്മളിപ്പോ ആഗ്ര നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇതുപോലെ തിരക്ക് ഗൈസ് ഒന്നും പറയില്ല. പ്ലസ് മഴയാണ്. നമുക്കൊന്നും മര്യാദ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്താ നമ്മുടെ വീഡിയോ ഇപ്പം ചാർജ് ചെയ്താൽ അതുകൊണ്ട് നമ്മളിപ്പോ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഹോട്ടലെത്തി. ഡൽഹിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ബാക്കി നമുക്ക് റൂമിൽ ചെന്നിട്ട് എടുക്കാം.
ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഹോട്ടലിന്റെ റൂമിലെത്തി. ഗൈസ് ഫൈനലി ഞങ്ങൾ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഡൽഹി. അത് തന്നെയാ. കമ്പാരിറ്റീവ്ലി അതാണ് നല്ലത് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. നമുക്ക് സംസാരിച്ചിരിക്കുന്ന സമയം നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോകണം. ഒട്ടും സമയമില്ല. നമുക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പൊ നമ്മൾ പോവാം. ദിവസമായിട്ട് നമുക്ക് പോവാം. ഓക്കെ ഗൈസ് നമ്മളിപ്പോ റെഡി ആയിട്ട് നമ്മളിനി ഷോപ്പിങ്ങിന് പോവാണ്. നൈറ്റ് ഷോപ്പിംഗ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ, ഞങ്ങളുടെ 4 പേരുടെ ലൈഫിൽ നമ്മള് ലൈഫ് മീൻസ് ഞങ്ങളുടെ 4 ഇയർ ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ട് നൈറ്റിൽ നമ്മൾ ഒന്നിച്ചൊന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ആയാലും ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ്. പ്ലസ് നമ്മുടെ ഒരു മെമ്മറി ആയിരിക്കും ഇത്. നമുക്ക് പോകാൻ റെഡി ആവും. വീഡിയോ ഭയങ്കര ലാഗ് ഉള്ള പണിയെല്ലാം ഞാൻ വെറുതെ ഇരിക്കുക. ഗൈസ് ലേറ്റ് ആയി നമ്മൾ നന്നായിട്ട്. സോ നമ്മൾ പെട്ടെന്ന് നടക്കുകയാണ്. നമ്മൾ ഡൽഹിയുടെ തെരുവീതികളിലൂടെ നടക്കുകയാണ്. കാണിച്ചുതരാം. അവരെന്തേ ആയ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഷോപ്പിംഗ് ചെയ്ത ദിവസം ഒക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കി സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു പരിചയപ്പെട്ടൊക്കെ. നമുക്കറിയാലോ ഇവിടെ എന്തൊക്കെയാണ് വില സഹിതം നമുക്കറിയാം എത്ര രൂപയ്ക്ക് കിട്ടുന്നത്. ഫുഡ് കഴിക്കാം. ഹോസ്റ്റലുള്ളട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടൊരു സ്ഥലത്ത് ആദ്യം ചെല്ലുന്നത് നമ്മൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം വന്നതുകൊണ്ട് തന്നെ ഫുഡ് വന്നിട്ടില്ല. ഫുഡ് റെഡി ആയിട്ടില്ല. ഇവിടെ റെഡിയായി വരുന്ന ഫുഡ്. ഗൈസ് ഊതിക്കൊണ്ടിരിക്കുന്ന അരിവന്താരി. ആവി പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതെ പറക്കുന്നുണ്ട്. കണ്ട് ആവി പറക്കുന്നുണ്ട്. ഗൈസ് ഞങ്ങളുടെ കോലം കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അറിയാം എത്ര ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുവാണ് അല്ലേ? എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം കുളിച്ച് ഞാൻ കുളിക്കണം. അതിനെന്തോടെ ഉറക്കപ്പിച്ചിരിക്കുക ഗൈസ്. ഇന്നൊരു ഹറിബറി ആയിരുന്നു. അമ്മ ഇന്ന് വീഡിയോ കോൾ വിളിക്കാൻ നോക്കട്ടെ. ഞങ്ങൾ ആദ്യം ആഗ്രയിൽ പോയി. ഞങ്ങൾ പോയി ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി പോയി. നമ്മുടെ ക്യാമറാമാൻ ആഗ്ര ഫോർട്ട് മൊത്തം വീഡിയോ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചാർജ് പകുതിയായപ്പോൾ നമുക്ക് ഡൽഹി ചെന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ചാർജ് ഉണ്ടാവുന്ന ടെൻഷനായി നമുക്ക്. അപ്പോൾ നമ്മൾ ഡൽഹി ചെന്നിട്ടൊന്ന് താജ്മഹലിൽ ചെന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളത് ഉണ്ടാവുമെന്ന് നമുക്ക് ടെൻഷനായി. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫോട്ടോ ഒക്കെ കുറച്ചെടുത്തോളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ ചത്തു, 0%. അപ്പം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചതും ഹോട്ടലിൽ എത്തിയതും ഒന്നും നമ്മൾ കാണിച്ചില്ല അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി തിരിച്ച് നമ്മൾ ഡൽഹിയിൽ എത്തണ വഴി നമ്മൾ എവിടെ കണ്ടു? ആര്യനന്ദയുടെ നാട് യു പി ചെന്ന് നമ്മൾ യു പി കണ്ടു. ആ വഴിയാണ് നമ്മൾ വന്നത് അല്ലേ? ക്യാമറ വുമൺ ഇപ്പൊ കുളിക്കുകയാണ് ഗൈസ്. അതാ ഗൈസ്. നമ്മള് ആഗ്രയിൽ നിന്ന് യു പി വന്നു. നമ്മൾ യു പി സ്റ്റോപ്പില്ലായിരുന്നു. നമ്മൾ ഡൽഹി വന്നിട്ട് ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി 3 ദിവസം ഇവിടെ ആയിരിക്കും, ഡൽഹിയിലായിരിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മണാലി പോകുന്നത്. എന്നിട്ട് ഗോൾഡൻ ടെമ്പിൾ, പിന്നെ നമ്മൾ ഡൽഹി വരും. ഡൽഹിയിൽ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത്. ഇനി അതെന്തുകൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ നമുക്ക് അടുത്തൊരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇനി 3 ദിവസമാണ് നമ്മൾ അങ്ങനെ എല്ലാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടർ പോലെ എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ നഷ്ടപ്പെടും. പേടിപ്പിച്ചല്ല ഗൈസ്, അത് നമുക്ക് അറിയാൻ. നോർത്തെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സിൽ പെട്ടെന്നൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ സാധനങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത്. പോയതാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കൈ കൂടെ പോകുന്നത് നമ്മൾ കാണുന്നത് കൊണ്ട് എടുത്തില്ല നമ്മൾ. പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പരിചയത്തിലുള്ള എല്ലാവരും സ്പ്ലിറ്റായി പോയ കാരണം നമുക്ക് ആരുടെ അടുത്ത് പറയാനും പറ്റില്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ബിനോയ് കുളിക്കാൻ വേണ്ടി പോയി, ഞാനിനി കുളിക്കും അടുത്തത്. എന്നിട്ട് നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 8:45 ഇവിടുന്ന് നമ്മൾ പോകണം. നാളെ TNAയിലാണ് നമ്മൾ പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.